ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് പരിചയപ്പെട്ടാലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഫേസ് പാക്ക് മാത്രമല്ല നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഈ ഒരു ഐറ്റമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പനം കൽക്കണ്ടോ എന്നൊക്കെ പറയും. പണ്ട് തൊട്ടേ അമ്മൂമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ പനം കൽക്കണ്ട്. ഈ ചുമയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മൂമ്മമാരും അപ്പൂമ്മമാരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ കുറുക്കിൻ്റെ ഒക്കെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പനം കൽക്കണ്ടമാണ് യൂസ് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് വിത്ത് സ്ക്രബാണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോണത്. നമ്മളൊരു ചായപാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് പനങ്കൽക്കണ്ട ഇട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ വെച്ചേക്കാം കേട്ടോ. ബാക്കി വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും, പനങ്കൽക്കണ്ടത്തിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. നമ്മൾ കൈ അടക്കാണ്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊടിച്ചതും കോഫി പൗഡറൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനങ്കൽക്കണ്ടത്തിൻ്റെ വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടെ. അതിനുശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും കയ്യിലും കാലിലും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണെന്ന് പറയാം. കാരണം നമുക്ക് സൺടാനൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനങ്കൽക്കണ്ടത്തിൽ ധാരാളമായിട്ട് വൈറ്റമിൻസ്, മിനറൽസ്, ഇരുമ്പിൻ്റെ അംശമൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും അത്ര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിലെ ഈ ഡെഡ് സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയാക്കാനും നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു കയ്യിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം, ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടും ടീഷർട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നെക്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് നമ്മൾ ഫേസിൽ വെക്കുമ്പോൾ തന്നെ അത് ഏകദേശം നല്ലപോലെ ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു കോട്ടൻ്റെ പാഡ് എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ഒപ്പി കൊടുക്കുക. അപ്പോൾ കുറച്ച് ആ ഒരു ഇറുക്കം മാറിയിട്ടൊന്ന് അയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പതിയെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. വളരെ സാവധാനം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ മൂക്കിൻ്റെ മുകൾ വശത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഒരു വെടിക്ക് രണ്ട് പക്ഷി. നമുക്ക് ഫേസ് പാക്കും ആയിട്ടുണ്ട്, നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം നമ്മളീ പലരും ഈ ഒരു പഞ്ചസാരയൊക്കെ ഉപയോഗിച്ച് ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി റിസൾട്ട് തരുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് വിത്ത് സ്ക്രബാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കിക്കൂടാ. അപ്പോൾ കണ്ടോ, ഞാൻ മുഖം തുടച്ചപ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടോ. ഞാൻ ഇത് കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഫേസിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ഗ്ലോ കിട്ടും, നമ്മുടെ ഫേസ് നല്ല ഗ്ലാസ് സ്കിന്നാവും. അതുകൂടാതെ നമുക്ക് നല്ല നിറം കിട്ടും. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. നല്ല മധുരമാണ് കേട്ടോ ഇത്. വായിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മധുരമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടും ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയായിട്ട് സ്യൂട്ടാവും. കാരണം വേറൊന്നുമല്ല, എൻ്റെ സ്കിൻ വന്നിട്ട് ഓയിൽ സ്കിന്നാണ്. ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ചേരും എന്ന് പറയാൻ കാരണം ഇതിൽ ഉലുവ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, എൻ്റെ കൈയും ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. ആ ഫേസിൽ വന്നേക്കുന്ന ആ മാറ്റം നിങ്ങൾ കണ്ടോ, എന്ത് രസമാണെന്നറിയോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഫേസ് പാക്കും ആ ഒരു സ്ക്രബിങ്ങും കൂടെ കഴിയുമ്പം നമ്മുടെ ഫേസ് അടിപൊളിയാകും. പിന്നെ കയ്യിൽ വന്നേക്കുന്ന വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ, ആ കയ്യിൽ വന്നേക്കുന്ന മാറ്റം നിങ്ങൾ കണ്ടോ. അപ്പോൾ സണ്ടാനൊക്കെ അടിച്ചിട്ട് കയ്യും കാലൊക്കെ ഇരുണ്ട് പോയിന്ന് വിഷമത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നിങ്ങൾ ഈ റിസൾട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.